നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ വാട്സപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻകമിംഗ് നമ്പർ കൂടി വെക്കണം. കാരണം ഇൻകമിംഗിൽ ഇവിടുന്ന് സൂര്യ ടി വിയിലെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പലർക്കും ഇൻകമിംഗ് കിട്ടുന്നില്ല. വാട്സപ്പ് നമ്പർ വേറെയും ഇൻകമിംഗ് നമ്പർ വേറെയാണ് പലരുടെയും. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ ഇൻകമിംഗ് നമ്പർ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുക, ഒരു എമർജൻസി കാര്യം മകൻ്റെയാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉറച്ചു പറയൂ, ഉറച്ചൊന്ന് പറഞ്ഞേ. ആരായാലും ഉറച്ച് സംസാരിച്ചുകൂടെ? കേക്കണ്ടേ ഇപ്പുറത്ത്? ഇല്ല, അതല്ലേ പറഞ്ഞത്. ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ, സൂര്യ ടി വി. എന്തോണ്ട് വിശേഷം? ഇതെന്തോ റൂമിനകത്ത് വല്ലതാണോ നിൽക്കുന്നേ? ഇതിന് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഭയങ്കര സൗണ്ടിൽ എന്തോ ഒരു എക്കോ. ഡേറ്റ് ഓഫ് ബർത്ത് പറ. വളരെ വളരെ സന്തോഷം. ഞാൻ ഡെയിലി രാവിലെ വന്ന് ഇവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കും, വിളിക്കുന്നുണ്ടോ 7 മണിയാവുമ്പോ ടി വിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. നിങ്ങളെപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത്? എന്റെ മോന്റെ അറിയേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടോ. ഡേറ്റ് എത്രയാണ് പറഞ്ഞു? കുറച്ച് പറഞ്ഞു. എനിക്ക് സൗണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. 19/9/89. സമയം നൈറ്റ് 7:30 നൈറ്റ്. ഓക്കെ. മോന്റെ നക്ഷത്രം തിരുവാതിര. 89 അല്ലേ? അതെ. 18 18/9/89. ഓ, അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഞാൻ വേറെന്തൊക്കെയോ അടിച്ചു വെച്ചേ. ഭരണി തിങ്കളാഴ്ച ദിവസം, കന്നി 2-ാം തീയതി. മോനെ കണ്ടകശന് സമയമായിരുന്നു ചേച്ചിയെ. നല്ല മോശമായിട്ടുള്ള പീരീഡ് ആയിരുന്നു. കുറെ പ്രശ്നങ്ങളും ടെൻഷൻസും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാക്കുന്ന പീരീഡ് ആയിരുന്നു. അതിപ്പോ ഒന്ന് മാറി 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 വരികയാണ്. വലിയ മോശമായ സമയത്ത് നിന്ന് കുറച്ചുകൂടി നല്ലതായിട്ടുള്ള ഒരു സമയത്തിലേക്ക് ഇപ്പൊ മാറുകയാണ്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ജോലിയിലൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം ചേച്ചി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ചിലപ്പോ പുള്ളി ആഗ്രഹിക്കുന്നത് പോലെയോ നേരത്തെ ചെയ്തു വന്നതുപോലെയോ അല്ലാത്തതാണെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അത് ഏറ്റെടുക്കാൻ പറയണം. ശരി. അപ്പൊ കുഞ്ഞൊരു ജോലി കിട്ടും. കുഞ്ഞു ജോലിയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ പറയണം. അവിടെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരാൻ ശ്രമിക്കാൻ വേണ്ടി പറയണം. നല്ല ഭാവിയും നല്ല പ്രയോജനകരമായ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്തോളാൻ പറയണം. എന്താന്ന് വെച്ചാൽ എന്റെ വിഷമം വെച്ചിട്ട് 4-5 വർഷമായി പെണ്ണ നോക്കുന്നൊന്നും ശരിയായിട്ടില്ല. ഇപ്പൊ അതിന്റെ ടൈമും കൂടെ ആണ് ചേച്ചി. കണ്ടകശനിയൊക്കെ മാറി കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് വിളിക്കൂ, മകളുടെ ഒരു കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ല. മനസ്സിലായിട്ടാണോ ഞാൻ പറ്റിക്കാന്ന് വെച്ചിട്ടിരിക്കുവായിരുന്നു? പറ്റിക്കാൻ കഴിയില്ല, ഇത് സ്ഥിരം കാണുന്നില്ലേ. ആണോ? ശരി. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് 1959 സെപ്റ്റംബർ 12. പുലർന്ന് വരുന്ന 12 സമയം രാത്രി 1:30. എവിടെ ജനിച്ചേ? ജനിച്ചത് കണ്ണൂര്. പൂരാട നക്ഷത്രം അല്ലേ? അല്ല, പിന്നെ ഉത്രാട പുലർന്ന് വരുന്നത്. 1959 അല്ലേ? 89. ഞാൻ 59 എന്നാ കേട്ടെ കേട്ടോ. എന്റെ ചെവിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ചൊവ്വാഴ്ച ദിവസം ചിങ്ങ 27-ാം തീയതി ഉത്രാടം. ഉത്രാട നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിന് 7ര ശനിയിലെ ജന്മശനിയാണ്. നമ്മുടേതാണോ? അല്ല, എന്റെ മോളതാണ്. ചേച്ചി, മോൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു പീരീഡാണ് ഇപ്പൊ കടന്നു പോയത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുകളും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു. അതിപ്പോ ഒന്ന് മാറി വരികയാണ്. വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായി തീരുന്ന ഒരു സമയമാണ് ഈ കുഞ്ഞിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ ശരിക്കും അയാളുടെ ജീവിതത്തിൽ തന്നെ കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു ചേച്ചി. ജീവിതം കൈവിട്ട് നിൽക്കുന്ന, ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പം അതെല്ലാം കഴിയുകയാണ്. എന്നാലും ഞാൻ പറയാം, ആത്മഹത്യ ചെയ്താൽ എന്താന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ മാനസികമായി തകരുന്ന സമയം ഉണ്ടായിരുന്നു. 3-4 പ്രാവശ്യമായി അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ചേച്ചി ഒന്നുകൊണ്ട് പ്രയാസപ്പെടണ്ട.
ധൈര്യമായിട്ടിരിക്കുക. ഒരു ജോലിക്ക് ട്രൈ ചെയ്യാൻ പറയണം. തീർച്ചയായും ആ കുഞ്ഞിന് നല്ലൊരു ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ പറയണം കേട്ടോ ചേച്ചി. ജോലിക്ക് പോവാൻ അവൾക്ക് കുറച്ച് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിന് 2.5 വർഷം മുന്നേ ഈ കൊറോണയുടെ സമയത്ത്. അപ്പൊ പിന്നെ അവളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിനി. അപ്പൊ അല്ല, ഞാൻ പറയുന്നത് ഇനിയിപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 2024 മാർച്ച് 14 ശേഷം കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു സമയം മോളെ സംബന്ധിച്ച് വരുന്നുണ്ട് ചേച്ചി. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന വലിയ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാനസിക സമ്മർദ്ദങ്ങളും നെഗറ്റീവ്സും ഒക്കെ ഒന്ന് പരിഹരിച്ച് കുറച്ചുകൂടെ അനുയോജ്യമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.